പ്രണയമഴ നോവൽ ഭാഗം 10. എഴുതി അവതരിപ്പിക്കുന്നത് രശ്മി കെയാർ. ഹരിത അടുത്തേക്ക് നടന്നു ചെന്നതും സുബൈർ അവളെ പിടിച്ച് തന്നോടൊപ്പം ആട്ടുകട്ടിലിൽ ഇരുത്തി. നോക്ക് ആമി, നമ്മുടെ സ്വന്തം വീട്ടിൽ ഇങ്ങനെ ആകാശവും നോക്കിയിരിക്കുമ്പോൾ എന്തു ഭംഗിയാ അല്ലേ? എത്ര കാലത്തെ മോഹമാണ് സാക്ഷാത്കരിച്ചത്. നിന്റെ കൈയും പിടിച്ച് രാത്രിക്ക് രാത്രി ഓടിയ ഓട്ടം ഇന്നും ഓർമ്മയില്ലേ? ഇന്ന് എല്ലാ കുടുംബങ്ങളും ഒന്നിച്ച് ഇങ്ങനെ ഒരു രാത്രി ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എല്ലാം ദൈവഹിതം പോലെ വരട്ടെ. പിന്നെ മതത്തിന്റെ പേരിൽ ഞാൻ നിന്നെയോ നീ എന്നെയോ വിശ്വാസങ്ങളെ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. അതും കൂടിയാകും നമ്മുടെ ദാമ്പത്യത്തിന്റെ വിജയരഹസ്യം. നമ്മുടെ മക്കളെയും നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കാം. എന്നിട്ട് അവർ തന്നെ അവരുടെ ജീവിതവും തിരഞ്ഞെടുക്കട്ടെ. എന്താ, സമ്മതമല്ലേ ആമി? അതേ എന്ന് അവൾ തലയാട്ടി. എല്ലാം ഇക്കയുടെ ഇഷ്ടം പോലെ. ഞങ്ങൾക്ക് നന്മ വരുന്നതേ ഇക്ക ചെയ്യൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, സുബൈർ പറഞ്ഞു. കൊച്ചാപ്പയുടെ മകന്റെ 2 വീലർ പുറത്തു കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഒരു നൈറ്റ് ഡ്രൈവിന് പോയാലോ? നിന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ അത്? ആമി മറുപടിയായി. എനിക്ക് 100 വട്ടം സമ്മതം. കുറച്ചു നേരത്തേക്ക് നമുക്ക് നമ്മുടേതായ ലോകം. മക്കൾ അറിഞ്ഞാൽ പിണങ്ങൂട്ടോ. അതിന് അവർ നല്ല ഉറക്കമല്ലേ. പൊന്നുവിൻ്റെ ഇടവും വലവുമായി 2 പേരും ഉറങ്ങാൻ തയ്യാറായി അവിടെ റൂമിൽ കിടപ്പുണ്ട്. ഞാൻ പോയി എടുക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. അപ്പോ പിന്നെ ധൈര്യമായി ഒന്നും ആലോചിക്കേണ്ട. അവരൊക്കെ പുലർച്ചയ്ക്ക് എണീറ്റ് വരുമ്പോഴേക്കും നമുക്ക് പോയി വരാം. അവൻ അവളുടെ 2 തോളിലും കൈകുത്തിക്കൊണ്ട് പറഞ്ഞു. ഈ ഡ്രസ് ഒന്ന് മാറി ബനിയനും പാൻസും ഇട്ടിട്ട് വാ ആമി. ബൈക്കിലിരിക്കുമ്പോൾ അതാണ് സുഖം. വേഗം തന്നെ അവൾ ഡ്രസ് ചേഞ്ച് ചെയ്തു വന്നു. തലയിൽ ഒരു സ്കാർഫ് കൂടെ കെട്ടിക്കോളൂ. വൃശ്ചികമാസമാണ്, നല്ല മഞ്ഞാണ്. അവൾ വേഷം മാറി വന്നപ്പോൾ അവൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്താ ഇക്ക ഇങ്ങനെ നോക്കുന്നത്? എല്ലാം എൻ്റെ പെണ്ണും പിള്ളയെ ഇപ്പോൾ ആരെങ്കിലും കണ്ടാൽ തട്ടിക്കൊണ്ടു പോകും, കോളേജ് കുമാരിയെ പോലെ. ഒന്ന് പോയിക്ക, കളിയാക്കാതെ. മക്കൾ 2 പേരായി. എന്നിട്ടാണ് 40-ലാണത്രേ 2ാം ഘട്ട പ്രണയം തുടങ്ങുക എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ 35 ആയില്ലേ. 40-ന് ഇനി അധികമൊന്നുമില്ല. അവൻ കണ്ണടച്ചു കാണിച്ചു. ഇങ്ങനെ വർത്താനം പറഞ്ഞു നിന്നാൽ നേരം പോകും, അവൾ ഓർമ്മിപ്പിച്ചു. ഓ, ഒരമ്മയുടെ ആദി. എന്താ, അച്ഛനില്ലേ ആദി? അവൻ മറുപടിയായി കുസൃതി ചോദ്യം ചോദിച്ചു. തർക്കിക്കാനൊന്നും ഞാനില്ലേ, അവൾ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. എന്നാ വന്ന് വണ്ടി കയറ്. 2 സൈഡിലേക്ക് കാലിട്ട് ഇരുന്നോളൂ, അവൻ ഓർമ്മിപ്പിച്ചു. അവൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് അവൾ അവൻ്റെ പുറകിലായി ഇരുന്നപ്പോൾ അവൻ അവളുടെ കൈയെടുത്ത് അവൻ്റെ വയറിനെ പിണച്ചു വച്ചു. ഇണക്കുരുവികളെ പോലെ അവൻ വണ്ടി പാതിരാത്രിക്ക് കത്തിച്ചു വിട്ടു. ഒന്ന് സ്പീഡ് കുറയ്ക്ക. വീട്ടിൽ കാത്തിരിക്കാൻ ആളുണ്ടെന്ന് ഓർമ്മ വേണം. ഓ, സമ്മതിച്ചു എൻ്റെ പൊന്നേ. വണ്ടി ഗട്ടറിൽ ചാടിയപ്പോൾ അവൾ പേടിച്ചുകൊണ്ട് അവനെ ഒന്നുകൂടെ ഇറുക്കി പിടിച്ചു. അവൻ മിററിലൂടെ അത് കണ്ട് പുഞ്ചിരിച്ചു. മക്കൾ വലുതായാൽ അവരെയും കൂട്ടാം, അവൻ പറഞ്ഞു. ആ തട്ടുകടയിൽ നിന്ന് നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് പോയാലോ? അവർ ചായ കുടിക്കാനായി ഇറങ്ങി. വണ്ടിക്കാർ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ചായയോടൊപ്പം നല്ല പാവ് ബജ്ജി മുളക് ചമ്മന്തിയിൽ കൂട്ടി ആസ്വദിച്ച് അവൾ കഴിക്കുന്നത് അവൻ നോക്കിയിരുന്നപ്പോൾ ആമി ചോദിച്ചു. എന്താ ഇക്ക ഇങ്ങനെ നോക്കുന്നത്? എനിക്ക് കൊതി തട്ടും. പൊട്ടിക്കാളി, ഞാൻ നിന്റെ മുഖത്ത് വിരിയുന്ന നവരസങ്ങൾ കണ്ട് ആസ്വദിച്ചിരുന്നതാണ്. എന്ത് എരിവാണ് ഇക്ക, നല്ല ടേസ്റ്റ്.
നമുക്ക് ഇവിടെ ഇനിയും വരണം ട്ടോ. നോൺ വെജ് നിനക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഇക്കാക്ക് വേണമെങ്കിൽ ഓംലെറ്റ് കഴിച്ചോളൂ. എൻ്റെ പൊന്നു മോളെ, എനിക്ക് വേണ്ട. എന്നിട്ട് വേണം മുട്ടയുടെ മണം അടിച്ചു എന്നും പറഞ്ഞ് എൻ്റെ നേരെ മുഖം തിരിക്കാൻ. അത് കുസൃതി കാണിച്ചിട്ട് അല്ലേ? അവൾ അവനെ ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതും പറഞ്ഞ് അവർ പൈസ കൊടുത്ത് യാത്രയായി. നാടൊക്കെ ആകെ മാറിയല്ലേ? എവിടെയും ഫോൺ പേയും ഗൂഗിൾ പേയും മാത്രം. കടലാസ് നോട്ടിന് ഒരു പ്രാധാന്യവുമില്ല. നമുക്കും സുഖമാണ്, ഒരു ഫോൺ ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കും. വഴിയിലുടനീളം നിറയെ കെട്ടിടങ്ങൾ തല ഉയർത്തി നിൽപ്പുണ്ടായിരുന്നു. കുറച്ച് ദൂരേക്ക് പോകുന്തോറും പച്ച വിരിച്ച പാടങ്ങൾ, ഇരുവശത്തുമായി ഗ്രാമവീഥികളെ തലോടിക്കൊണ്ട് മഴ പെയ്ത് നിറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. കാലം തെറ്റിവന്ന മഴയിൽ കൃഷിയൊക്കെ അരയ്ക്കൊപ്പം വെള്ളത്തിലായിരുന്നു. കുറെ കൂടി അങ്ങ് ദൂരേക്ക് പോകുന്തോറും റോഡ് സൈഡിലെ വെളിച്ചമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു. എല്ലാവരും നിദ്രയിലാണ്. കുറച്ചു ദൂരെ കുന്നിൻ മുകളിലായി ഒരു ക്ഷേത്രമുണ്ട്. ആ ഹിൽ സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ ആകാശം തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. മുഴുവൻ പൊട്ടുപോലുള്ള കെട്ടിടങ്ങൾ. ആമി ഒരുവിധം കുത്തിപ്പിടിച്ച് പാറയുടെ മുകളിലേക്ക് കയറി. കിതച്ചുകൊണ്ട് തളർന്നു നിന്നപ്പോൾ അവൻ കൂടെ സഹായിച്ചു. ജോഗിങ്ങിന് പോണം ട്ടോ ആമി. മേല് അനങ്ങാതിരുന്നിട്ട് നല്ല കിതപ്പുണ്ട്. അവിടുത്തെ ഉയർന്ന പാറക്കെട്ടിൽ അവർ സ്വസ്ഥമായി ഇരുന്ന് വിശ്രമിച്ചു. പഴയ ഓർമ്മകൾ അവരെ തേടിയെത്തി. രണ്ടുപേരും മറ്റേതോ ലോകത്ത് ആയിരുന്നു. ആമിയുടെ കാതിൽ അവൻ മെല്ലെ പറഞ്ഞു, ഈ നിമിഷം അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് വെറുതെ ആശിച്ചു പോവാ. അവളും അത് ശരിവെച്ചു. അവൻ്റെ കൈയെടുത്ത് ചുംബിച്ചുകൊണ്ട് മറുപടിയായി അവൾ പറഞ്ഞു, പ്രണയത്തിന് എന്ത് ഭംഗിയാ അല്ലേ? അത് അനുഭവിച്ചു തന്നെ അറിയണം. അവൾ 2 വരി കവിത നല്ല ഈണത്തിൽ ചൊല്ലി. അത് കേട്ട് അവളുടെ മടിയിൽ തലചാച്ച് അവൻ കിടന്നു. അവൻ്റെ തലമുടി തഴുകിക്കൊണ്ട് അവൻ്റെ നെറ്റിയിൽ അവൾ പതുക്കെ ചുംബിച്ചു. ഇക്കാ. അവൻ പതിയെ മൂളി. അവരുടെ ശരീരം എന്തിനൊക്കെയോ വേണ്ടി ദാഹിക്കുന്നുണ്ടായിരുന്നു. ചുറ്റും കൂരിരുട്ടാണ്. അവരെ നിരീക്ഷിക്കാനായി സദാചാര പോലീസിന്റെ ഉണ്ടക്കണ്ണുകൾ ചുറ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടം പോലെ പ്രണയവിഹാരം തുടരാം. അമ്പലത്തിലെ മണിയടിയൊച്ചയാണ് അവരെ ഉണർത്തിയത്. പുലർച്ചെയായി, നമുക്ക് പോകേണ്ടേ? പോവാൻ തോന്നുന്നില്ല അല്ലേ? എത്ര മനസമാധാനം! കുറേ നാളുകൾക്ക് ശേഷം. വീണ്ടും വരാമെന്ന് ഉറപ്പുകൊടുത്ത ശേഷം കുന്നിറങ്ങി. വണ്ടിയിൽ യാത്ര തുടരുമ്പോൾ നടക്കാനുള്ള ആളുകളുടെ തിരക്ക് വഴിയിലുടനീളം കാണാം. ആരോഗ്യകാര്യത്തിൽ കേരളീയരുടെ ശ്രദ്ധ ഒന്ന് വേറെ തന്നെയാണ്. പെട്ടെന്ന് നല്ല തണുത്ത കാറ്റ് വീശി. അന്തരീക്ഷം മുഴുവൻ കാർമേഘം ഉരുണ്ടുകൂടി. ഇടിയും മിന്നലും മഴയ്ക്ക് ശക്തി പകരാൻ കൂടെയെത്തി. എവിടെയെങ്കിലും ഒന്ന് നിർത്താൻ നോക്കിയിട്ട് കയറി നിൽക്കാൻ ഒരു സ്ഥലവുമില്ല. വിജനമായ പാതകൾ. കുറച്ചു ദൂരം പോയപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വെയിറ്റിംഗ് ഷെഡ് കണ്ടു. ആമിയുടെ കയ്യും പിടിച്ച് അവർ ഓടി അതിൽ കയറി. രണ്ടുപേരും നന്നായി നനഞ്ഞിരുന്നു. മഴയുടെ ഹുങ്കാരത്തിന് ശക്തി കൂടിക്കൂടി വന്നു. അവസാനിപ്പിക്കാനുള്ള മട്ട് കാണുന്നില്ല. ഇടി വെട്ടിയപ്പോൾ പേടിച്ച് അവൾ അവനെ പരിസരം മറന്ന് കെട്ടിപ്പിടിച്ചു. പേടിക്കേണ്ട ആമി, ഇതിപ്പോ കുറയും. അവൻ അവളെ മുറുക്കി പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. മഴയ്ക്ക് ഒന്ന് ശമനം വന്നപ്പോൾ അവർ വീണ്ടും യാത്ര തുടർന്നു. ആദ്യത്തെ പേടിയൊക്കെ മാറി. അവൾ ഇപ്പോൾ ഉഷാറായി. നല്ല കുളിര്, തണുത്ത ശീതൻ കാറ്റ്. ഇനിയും അടുത്ത മഴയ്ക്ക് മുന്നേ നമുക്ക് വീടെത്തണം. അവൻ പറഞ്ഞപ്പോൾ സ്പീഡ് കുറയ്ക്കാൻ അവൾ പറഞ്ഞു, എന്തായാലും വൈകി, ഇനി വരുന്നത് പോലെ വരട്ടെ. എന്നാലും നല്ലൊരു പ്രണയമഴയുടെ ചൂട് അനുഭവിച്ചല്ലോ.
ആ മഴയിൽ അതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടതകളും അലിഞ്ഞ് ഇല്ലാതായി. മിററിലൂടെ അവളുടെ മുഖം കണ്ടപ്പോൾ അവനും സന്തോഷം തോന്നി. മറ്റൊരു തട്ടുകടയുടെ ഓരത്ത് വണ്ടി നിർത്തിയ ശേഷം ഒരു കട്ടൻ ചായ ആസ്വദിച്ചു കുടിച്ചു. വീടിൻ്റെ പടി എത്താറായപ്പോഴേക്കും ജീവിത പ്രാരാബ്ധങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തി. എല്ലാവരും എണീറ്റ് തങ്ങളെയും കാത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ ഒരു വെള്ളിടി വെട്ടി. തുടരും.